നമുക്ക് ഈ കോടതി വിധി ആശ്വാസം തരുമ്പോഴും നമ്മുടെ ഉള്ളില് വലിയൊരു ഭയം ഉണ്ടാക്കുന്നുണ്ട് എന്നത് നമ്മുടെ ഈ വ്യവസ്ഥിതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. കാരണം ഇപ്പൊ നമ്മൾ ഏതെങ്കിലും നമ്മുടെ സംഘടനയിലോ അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിലോ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് പിന്താങ്ങുന്നില്ല. അത്തരത്തിൽ നമ്മൾ ആരും പിന്താങ്ങാറില്ല. ഇതിനു മുൻപ് ഇത്തരം കേസുകളിൽ പെട്ട പലരെയും ശിക്ഷിച്ചിട്ടുണ്ട്. അവരെയൊന്നും സംഘടന ചെറുവിരൽ പോലും ഒരു സംഘടനയിൽ നിന്നും അത്തരത്തിലൊരു ചെറുവിരൽ പോലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർ തെറ്റുകാരാണ് എന്ന് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിന്നിട്ടില്ല എന്നത് സത്യമാണ്. പക്ഷേ പ്രതാപ് മാസ്റ്റർ കേസ് അതല്ല. ആ കേസ് വളരെ തുടക്കം മുതൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുകയാണ്. തിരിച്ചു ചോദ്യമില്ലാത്തതാണ് കഥ എന്ന് പറയും. കഥയിൽ ചോദ്യമില്ല. പക്ഷെ ഒരു കഥ പോലും ഇങ്ങനൊരു സംഗതി വന്നാൽ അത് വിശ്വസിക്കാൻ ആർക്കും സാധ്യമല്ല. തിരിച്ചു ചോദ്യം ഇല്ലെങ്കിലും അത് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ആ കഥ ഫ്രെയിം ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരിക്കലും നിലനിൽപ്പില്ലാത്ത എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഒരേ തരത്തിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അത്തരത്തിലൊരു പീഡനം നടന്നു എന്ന് ആധികാരികമായി തെളിയിക്കാൻ ഡോക്ടർമാർക്ക് പോലും സാധിക്കാത്തൊരവസ്ഥ. അവൻ അങ്ങനെയാവാം എന്നൊരു ഇത് മാത്രമേ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കേസ് വെച്ച് ഒരു വ്യക്തി ജയിലിൽ കിടന്നു എന്നുള്ളത് ഒരു സാധാരണ വ്യക്തിയുടെ ഒരു അധ്യാപകനാണ്. ആ അധ്യാപകന്റെ സമൂഹത്തിലുള്ള വില ഇതിനൊക്കെ നഷ്ടപ്പെടുത്താൻ ഇങ്ങനെ സാധിക്കും ഒരു കള്ളക്കേസ് കൊണ്ട് എന്നുള്ളത് ചെറിയ ഭയമല്ല നമ്മളിലൊക്കെ ഉണ്ടാക്കുന്നത്. വളരെ ശ്രദ്ധ വേണം, ജാഗ്രത വേണം എന്നതാണ് ഇത് കാണിക്കുന്നത്. കാരണം സ്വന്തം ബോധ്യവും വിശ്വാസവും അനുസരിച്ച് താൻ ചില നിലപാടുകൾ സ്വീകരിച്ചു എന്നതിന്റെ പുറത്ത് മാത്രം വേട്ടയാടപ്പെട്ട വ്യക്തിയാണ്. അപ്പോ ഒരാളെ കൊല്ലുന്നതിനേക്കാൾ ഏറ്റവും വലിയ ശിക്ഷയാണ് കൊടുക്കുന്നത് വ്യക്തിഹത്യ ചെയ്യുക എന്നത്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വത്തെ കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അപ്പോ എത്ര ആഴത്തിൽ ആ ഗൂഢാലോചന നടന്നു. എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞപ്പോഴും പുറത്ത് അതിന് പറ്റുന്ന വിധത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കി അവരെ പോലും സമ്മർദ്ദത്തിലാക്കി. അവർക്കിത് കുറ്റകൃത്യമല്ല, ഇത് ട്രെയിൻ ചെയ്തതാണ് എന്ന് ബോധ്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പോലും അന്വേഷണ സംഘങ്ങളെ പോലും മുൾമുനയിൽ നിർത്തത്തക്ക വിധത്തിൽ പുറമെ അങ്ങനെ ഒരു അന്തരീക്ഷം സംജാതമാക്കിയെടുക്കും. നമുക്ക് ഏറ്റവും അവസാന അപ്പാണി നിയമപരമായ നീതി കിട്ടലാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴും നമ്മൾ കാണുന്നത് കേസ് വിധി പറയാൻ മാറ്റിവെച്ച സന്ദർഭത്തിൽ എന്തിനെന്നറിയാതെ പെട്ടെന്ന് വിധി പറയേണ്ടുന്ന ജഡ്ജി അവിടെ നിന്ന് സ്ഥലം മാറ്റം ചെയ്യുന്നു. അടുത്തു വന്നയാൾ ഒറ്റ ദിവസം മാത്രം അടുത്ത് വന്ന ജഡ്ജി, ബഹുമാനപ്പെട്ട ജഡ്ജി വിധി ഒറ്റ ദിവസം മാത്രം വിചാരണ നടത്തുന്നു. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ ഉടനെ തന്നെ വിധി പറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളിൽ ഉണ്ടാക്കിയ ഞെട്ടല് വളരെ വലുതാണ്. അപ്പൊ അതിന് അത്തരം ഞെട്ടലൊരു ചെറിയ ആശ്വാസമാണ്. എവിടെയെങ്കിലും ചെന്നാൽ സത്യം, അല്ലെങ്കിൽ എത്ര സ്വർണ്ണപത്രം കൊണ്ട് മൂടി വെച്ചാലും സത്യമായി തന്നെ പുറത്തു വരുന്നത്. അതാണ് ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ വിധി. കേവലം അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് പ്രാഥമികമായ കോടതിയുടെ കണ്ടെത്തലും വിധിയും അതിലുണ്ടാകുന്ന ഏറ്റവും ഭീകരമായ ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്തിരിക്കും. അത് കോടതിക്ക് ഉപയോഗിക്കാവുന്ന ഭാഷയ്ക്ക് പരിമിതി ഉണ്ടല്ലോ. ആ ഭാഷയുടെ പരിമിതിയിൽ വെച്ചും പറയാവുന്നത് ഏറ്റവും ശക്തമായി തന്നെയാണ് ആ വിധിയെ അപലപിച്ചിരിക്കുന്നത്. അപ്പോ ഇത് ഇവിടെ കാരണം കേരളത്തിൽ നമുക്കറിയാം ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ച തടയാൻ ഏതറ്റം വരെയും പോകുന്ന സ്ഥലമാണ്. എന്തൊക്കെ നറേഷൻസ് വേണമെങ്കിൽ അതിനുവേണ്ടി സൃഷ്ടിക്കാനും അതിനുവേണ്ടി ഒത്തുകൂടപ്പാടാനും ഒക്കെ സാധ്യതയുള്ളൊരു സ്ഥലമാണ് കേരളം. അപ്പൊ അവിടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ, ഇത്തരത്തിലുള്ള കേസുകൾ പോലും എടുത്ത് വ്യക്തിഹത്യ നടത്താം എന്നുള്ളത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരത്തിൽ ഓരോ പദവിയിലും ഇരിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി നിൽക്കണം എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്ന പാഠം എന്ന് തോന്നുന്നു. പിന്നെ മറ്റുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വളരെ ചീപ്പായൊരു പരിപാടിയാണ് എന്നതുകൊണ്ടാണ് മറ്റാരും ഇതിലൊന്നും അവലംബിക്കാത്തത്. ഈ വഴിയൊക്കെ ആര് വിചാരിച്ചാലും നടക്കും. ആരും അമ്പ് കൊള്ളാതെ രക്ഷപ്പെടാനൊന്നും പറ്റില്ല. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇതേ രൂപത്തിൽ തിരിച്ചടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം നാണവും മാനവും ധർമ്മബോധവും ഒക്കെ ഉള്ളത് കൊണ്ട് ഇതേപോലെ തിരിച്ചു കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ഇതേപോലെ തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയാൽ സമാജത്തിൽ എവിടെ എത്തുന്നു നിൽക്കുക. അതുകൊണ്ട് എല്ലാവരും, എല്ലാ സംഘടനയിൽപ്പെട്ടവരും, കാരണം ഇതിന് തിരിച്ചടി ഉണ്ടാകാത്തത് ദുർബലത കൊണ്ടല്ല, അല്ലെങ്കിൽ ദൗർബല്യം കൊണ്ടല്ല, മറിച്ച് ധാർമ്മിക ചിന്ത കൊണ്ടാണ് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കോടതി വിധിയാണ്. ഏതായാലും പപ്പമാറ്റയ്ക്ക് ഇനിയെങ്കിലും ആശ്വസിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. കേസ് പെട്ടെന്ന് തന്നെ തീർന്നു. അദ്ദേഹത്തിന് ജോലിയിൽ തിരിച്ച് കയറാനും ഇതുവരെ നഷ്ടപ്പെട്ട കാലത്തെ അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു കിട്ടാനും ഒക്കെ പറ്റത്തക്ക വിധത്തിൽ ഈ നിയമ പോരാട്ടം പെട്ടെന്ന് അവസാനിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു.